ഹലോ ഗൈസ്, ആക്ച്വലി ഇത് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. വിഷു ഒക്കെ വന്ന് വേറെയും കുറേ തിരക്കുകളൊക്കെ വന്നപ്പോഴത്തേക്കും വീഡിയോ ഇടാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 8 മണിക്ക് തന്നെ നമ്മളോട് സെൻറ്റർ ആയിട്ടുണ്ടായിരുന്ന എറണാകുളം ഗേൾസിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തൊട്ട് മുന്നത്തെ ഇലക്ഷൻ എൻ്റെ ബൂത്തിലുണ്ടായിരുന്ന മിസ്സിനെയും അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്വന്തം മാജീനെയും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെയൊക്കെ കണ്ടു. എൻ്റെ ചേട്ടനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാർമാരൊക്കെ വന്ന് നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയുടെയും അല്ലാതെയും കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തന്നു. പിന്നെ ഗേൾസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗേൾസ് സ്കൂളിലാട്ടോ ഞാൻ +1 +2 പഠിച്ചത്. സോ അതിൻ്റെ ഒത്തിരി ഓർമ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അപർണ. ഞങ്ങൾ ഇതുപോലെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി പരിചയപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഇലക്ഷൻ ഡ്യൂട്ടി വരുമ്പോഴും ഞങ്ങൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയായതോടുകൂടി ഓഫീസേഴ്സൊക്കെ വന്നു. അതായത് ബൂത്തിലെ മെമ്പേഴ്സിനെയൊക്കെ അറിഞ്ഞു. അപ്പോൾ ബസ്സൊക്കെ വന്നപ്പോൾ അപർണ പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്ട്രെയിറ്റ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന സ്കൂളിലേക്ക് ഡയറക്റ്റ് വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ അടുത്ത് തന്നെയുള്ള കോടംകുളങ്ങര സ്കൂളിലായിരുന്നു കേട്ടോ എനിക്ക് ഡ്യൂട്ടി. ചേട്ടൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വേറെയും പോലീസുകാരായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പ്രിപ്പേർഡ് ആയിട്ടാട്ടോ അവിടുത്തെ എല്ലാ ഓഫീസേഴ്സും വന്നിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അപ്പം ഞാനും എനിക്ക് വിശന്നപ്പോഴത്തേക്കും ഒരു സമൂസ ചാട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവർക്കും കൂടെ ഉള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടാട്ടോ ഞാൻ പിന്നെ ബൂത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് ഞാൻ കഫേയിൽ കയറി ജിബിഷേറിൻ്റെ അടുത്ത് കയറി സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാട്ടോ. അത് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ചായയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബായ് പറഞ്ഞ് ഞാൻ നേരെ